നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയുടെ കൂടെ പോയ നിങ്ങളുടെ ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്. അപ്പം നമ്മൾ അവരുടെ മാനസികാവസ്ഥ നോക്കും, ഫിനാൻഷ്യൽ, കരിയർ, പേഴ്സണൽ, പിന്നെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ നിങ്ങളോട് എന്തെങ്കിലും ആക്ഷൻ, നിങ്ങൾക്ക് വേണ്ടി അവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് 1, 2, 3 കാർഡ്സാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കാർഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എല്ലാവർക്കും റീഡിംഗ് റെസൊനേറ്റ് ചെയ്യണമെന്നില്ല, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എത്ര റെസൊനേറ്റ് ചെയ്താലും ഇതനുസരിച്ചിട്ടുള്ളൊരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. അപ്പോൾ രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും നമ്മൾ നീക്കി വെക്കുകയാണ്. ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയ നിങ്ങളുടെ ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അവരുടെ മാനസിക നിലയാണ്. ഇപ്പം മാനസികമായ എന്താവസ്ഥയിലാണ് അവർ എന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇത് സ്പിരിച്വൽ ഓറക്കിളാണ്. ശിവഭഗവാന്റെ കാർഡ്സാണിത്. ശിവ ഓറക്കിൾ മെസ്സേജസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം, ഇത് സ്പിരിച്വൽ ഓറക്കിളാണ്. കാർഡ്സ് മറിഞ്ഞാൽ മാത്രമേ ഞാൻ അത് ഒരു മെസ്സേജ് ആയിട്ട് എടുക്കുകയുള്ളൂ. ഇതുപോലെ വീഴണം എന്നാലേ എടുക്കുകയുള്ളൂ. നമുക്കിനി കാർഡ്സ് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇത്രയും കാർഡ്സാണ് മറിഞ്ഞത്. ഇത് അഡിക്ഷൻ, നിങ്ങൾക്ക് എന്തോ ഒരു അഡിക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഒരു പേഴ്സണോടുള്ള അഡിക്ഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഈ പേഴ്സണോടുള്ള നിങ്ങളുടെ അഡിക്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോടുള്ള അഡിക്ഷൻ ആയിരിക്കാം നിങ്ങൾക്ക്. പിന്നെ ഒരാളെ നിങ്ങൾ സഹായിക്കുമ്പോൾ ആ പേഴ്സണിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കാതെ ദൈവം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യത്തിനുള്ള പ്രതിഫലം തരുമെന്ന വിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പുതിയ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അവിടെ വളരെ ശ്രദ്ധയോടെ വേണം നിങ്ങൾ ചെന്ന് കയറാൻ. ഒരു പുതിയ സ്ഥലത്തേക്ക് പോവുക, പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുക, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് ഈ സമയത്ത്. പിന്നെ സാക്രിഫൈസ്, എന്തോ ഒരു കാര്യം നിങ്ങൾ വളരെ ആത്മാർത്ഥ, അതാണ് ഒബ്സഷൻ കാണിച്ച അവിടെ അഡിക്ഷൻ.